ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റീമ എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മാഡം, എൻ്റെ പേര് റീമ. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച ഒരു കല്യാണമായിരുന്നു അത്. വിവാഹശേഷം അദ്ദേഹം 4 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞങ്ങൾക്ക് കുട്ടികളില്ല. എന്നോട് നല്ല സ്നേഹമാണ് ഹസ്ബൻഡിന്. ആദ്യം മുതലേ വരുമ്പോഴും എല്ലാം എന്നോട് നല്ല ഇൻട്രസ്റ്റുമാണ്. ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ ജീവിതം 100% സംതൃപ്തികരമാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ പുള്ളിക്കാരി പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറി. നല്ല വലിയൊരു വീടാണ് ഭർത്താവിൻ്റേത്. അത് വെറുതെ കിടക്കുകയാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ പോയി എല്ലാം ഒന്ന് നോക്കിയിടും. തന്നെ അവിടെ താമസിക്കാൻ എനിക്ക് പേടിയാണ്. കാര്യം അയൽക്കാരുമായിട്ടൊന്നും ഞാൻ അത്ര നല്ല രീതിയിലുള്ള ബന്ധമല്ല. എനിക്ക് അവരെ ആരെയും വലിയ പരിചയവുമില്ല. ഇതിനിടയ്ക്ക് ക്ലർക്കായി എനിക്കൊരു ജോലി കിട്ടി മാഡം. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്താണ്. എങ്കിലും 1 മണിക്കൂർ യാത്രയുണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ജ്യോതി ചേച്ചി. എന്നേക്കാൾ 5 വയസ്സിന് മൂത്താണ്. പുള്ളിക്കാരി കുറേ ദൂരെ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും ചേച്ചിയുടെ അമ്മയുടെ കൂടെയാണ്. ആക്ച്വലി ചേച്ചിയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുകയാണ്. അവരുടെ ഡൈവേഴ്സ് നടന്നിട്ടില്ല. എങ്കിലും 2 പേരും തമ്മിൽ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനൊരു ബന്ധമാണ്. ചേച്ചി പറഞ്ഞത് അയാളെ സഹിക്കാൻ ഒത്തിരി പാടാണെന്നാണ്. ഞാനിങ്ങനെ 1 മണിക്കൂർ പോയി വരുന്ന കണ്ടപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, എടി നിനക്കെന്തായാലും കുട്ടികളൊന്നുമില്ലല്ലോ, എൻ്റെ കൂടെ നീ ഹോസ്റ്റൽ വന്ന് നിൽക്ക്. ഈ ഹോസ്റ്റലില്ല, വേറൊരിടത്ത് നമ്മൾ 2 പേരും ഒരു മുറിയെടുത്ത് നമുക്ക് മാറാം. നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരാളെ കൂടെ കൊണ്ടുവന്നെങ്കിലേ അവിടെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നീ എൻ്റെ കൂടെ നിൽക്കടി മോളെ. അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി, മുറി എടുക്കാൻ വേണ്ടി. വല്ലപ്പോഴും വന്ന് നിന്നാൽ മതി. അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് 2 പേരും ഇവിടെ ഉണ്ട്, എങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, അതിനെന്താ, നീ പോയി നിന്നോളൂ, ഇത്ര പൈസ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അനുവദിച്ചു. ഞാനും അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നിനക്ക് നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാനും ജോജി ചേച്ചിയും കൂടെ പുതിയ പേയിങ് ഗസ്റ്റ് സെറ്റപ്പിലേക്ക് മാറി. അവിടെ താഴെ ചേച്ചി ചേട്ടനുമുണ്ട് അത് നടത്തുന്നേ. മുകളിൽ 3 റൂമുകളുണ്ട്. ഒന്നിൽ 3 പേരും വേറെ 2 റൂമുകളിലും 2 പേര് വെച്ചാണ്. എല്ലാം ബാത്ത് അറ്റാച്ച്ഡാണ്. ശരിക്കും സ്വകാര്യമായി നമ്മുടെ വീട് പോലെ ഇരിക്കുന്നൊരു സ്ഥലം. പിന്നെ സ്ഥിരമായി നിൽക്കുന്നവർ വളരെ കുറവാണ്. ട്രെയിനിങ്ങുകളും ഷോർട്ട് ടേം കോഴ്സുകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ മാസത്തിലൊക്കെ ആളുകൾ അവിടെ മാറുമെന്ന് ചേച്ചിയും ചേട്ടനും പറഞ്ഞു. നിങ്ങളെന്തായാലും പെർമനൻ്റായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സന്തോഷം, ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരാണ് ഇഷ്ടം എന്ന് ചേച്ചി ചേട്ടനും പറഞ്ഞു. അവിടുത്തെ ചേച്ചി ചേട്ടനും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അത്രേ. അവരൊന്നിച്ച് ആലുവയിലും കൊണ്ട് പഠിച്ചതാണ്. അങ്ങനെ അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ചേച്ചി കണ്ടപ്പോഴേ ചേട്ടൻ മയങ്ങി വീണെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷേ ജ്യോതി ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ കഥകളൊന്നും. ചേച്ചി രാത്രി എന്നോട് പറഞ്ഞു, എടി അവരെന്ത് കഥയാണ് പറഞ്ഞത്, അവർക്ക് 2 പേർക്കും ഒരേ വയസ്സാണോ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സ്ത്രീയെ കണ്ടിട്ട് കാണാൻ ഒട്ടും കൊള്ളില്ല. ആ ചേട്ടൻ എന്തൊരു ഹോട്ടാണ്. 45 വയസ്സുള്ള അയാൾക്ക് ഒരു 35 വയസ്സ് പോലും പറയില്ല. എന്തൊരു സുന്ദരനാണ്. ആ സ്ത്രീക്ക് സൗന്ദര്യം എവിടെയെങ്കിലും ഉണ്ടോ? തലമുടിയിലെങ്കിലും ഉണ്ടോ ഈ സൗന്ദര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി പ്രേമത്തിന് കണ്ണും കാലും ഒന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കുന്നു. ഓ, എന്നാലും എനിക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തോ പൊരുത്തക്കേടുണ്ട് മോളെ, ഇതെന്തോ ഉടായിപ്പ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. ചേച്ചിക്കല്ലെങ്കിലും ലോകത്തിലുള്ള മുഴുവൻ പേരെ സംശയമാണെന്ന് പറഞ്ഞു. അതൊന്നും അല്ലടി, അങ്ങേര് എന്തൊരു സുന്ദരനാണ്. ആ സുന്ദരൻ എന്തിനാണ് ഇങ്ങനെ പെണ്ണുപിള്ള കല്യാണം കഴിച്ചേ? എനിക്ക് തോന്നുന്നത് ആ സ്ത്രീക്ക് നല്ല സമ്പത്തുള്ളത് കൊണ്ടാണ്. ഈ ഹൈവേയിൽ ഇതുപോലൊരു വീടും സെറ്റപ്പും ഒക്കെ കോടികൾ വില മതിക്കുമല്ലോ. അപ്പോൾ അവരുടേതാകും ഈ വീട്. അത് കണ്ടയാൾ കോളേജ് ഡ്രസ്സിൽ വെച്ച് അവരെ കറക്കിയെടുത്താകുമെന്നും. ഞാൻ പറഞ്ഞു, ചേച്ചി അവർ കറക്കുകയോ കറക്കാതിരിക്കുകയോ തിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ട് നമുക്കെന്താ, അവർ ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് തമ്മിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ചേച്ചി പറയുകയാണ്, എടി മോളെ ഇത്രയും സുന്ദരൻ എങ്ങനെയാടി ഇങ്ങനൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേച്ചി അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, അവർ മാനേജ് ചെയ്തല്ലോ. ചേച്ചിക്ക് എന്താ പ്രശ്നം? ഭർത്താവുമായിട്ട് പിണങ്ങി നിന്നതിൽ പിന്നെ ചേച്ചി ആകെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. സുന്ദരനായ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഉള്ളിൽ ഒരല ആർത്ത് തുടങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, പോടി അതൊന്നുമല്ല, അദ്ദേഹം സുന്ദരനാണ്. സൗന്ദര്യമുള്ളവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഭർത്താവ് പോയെങ്കിലും ഞാൻ അടങ്ങി ഒതുങ്ങിയ ജീവിക്കുന്നത്. അങ്ങേരുള്ളപ്പോഴും വലിയ കാര്യമൊന്നുമില്ല. നല്ലൊരു പുരുഷനായിരുന്നു. അയാൾക്ക് എന്നോട് ഒട്ടി നിൽക്കാൻ പറ്റുമെങ്കിൽ, എന്നെ അയാൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ നന്നായി പോകില്ലേ? അങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലടി. അപ്പം ചേച്ചി എന്താ
പറഞ്ഞത്. ഭർത്താവിൻ്റെ വീട്ടുകാർ ശരിയല്ല, അവിടെ പ്രശ്നമായിരുന്നു, ഭർത്താവ് പ്രശ്നമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചേച്ചിയുടെ പ്രശ്നം അങ്ങേരിൽ നിന്ന് പ്രതീക്ഷയൊന്നും കിട്ടാത്തല്ലേ എന്ന് പറഞ്ഞു. ചേച്ചി അപ്പോൾ എന്നെ തുറച്ചു നോക്കി. ആ, അത് തന്നെയാണ് പ്രശ്നം. ഒരു പെണ്ണ് വേറെ എന്തില്ലെങ്കിലും അങ്ങ് സഹിക്കും, ഇതില്ലെങ്കിൽ സഹിക്കുമോടി? വേണ്ടതെന്തെങ്കിലും ഒരു പുരുഷനിൽ വേണ്ടേ? അങ്ങനെയില്ലാത്ത ഒരാളുടെ വീട്ടിൽ അലച്ചണ്ടയും വഴക്കുമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിൽക്കണോ? ഞാൻ വീട്ടിലേക്ക് ഇങ്ങി പോന്നു, എനിക്ക് ജോലിയുണ്ട്, ഞാൻ കഴിഞ്ഞോളാം, എനിക്ക് അയാളെ വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഉദ്ദേശം എന്താണ്? ഇനി ഒരു കല്യാണം വേണ്ടേ? ഇഷ്ടമല്ലെങ്കിൽ വിവാഹമോചനം ചെയ്തുകൂടെ? ചേച്ചിക്ക് പറ്റിയ സുന്ദരന്മാരെ കണ്ടുപിടിച്ചുകൂടെ? ഓ, അത് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ വഴിയാധാരമാകും, നല്ല പണമുള്ള വീട്ടിലെ ആളാണ്, അതിന് ചേച്ചി വേറെ കല്യാണം കഴിച്ചാൽ പിള്ളേർക്ക് സ്വത്ത് കിട്ടില്ലേ? അത് അവരുടെ അപ്പനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ വേണ്ട, കോംപ്ലിക്കേഷൻ ഒന്നും ഞാനില്ല, ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അങ്ങേർക്ക് വേണമെങ്കിൽ വന്ന് വിവാഹമോചനം ചോദിച്ചോട്ടെ, എനിക്കൊന്നുമില്ല. അങ്ങേര് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല, എനിക്കറിയാം. കല്യാണം കഴിച്ചാലും 10-ാം പക്കം അവൾ എഴുന്നേറ്റ് ഓടിപ്പോകുമെന്ന്. എടി പെണ്ണേ, നീ കാറ്റ് പോയ പോലെയുള്ള എൻ്റെ കെട്ടിയവൻ്റെ കാര്യം പറയാതെ താഴത്തെ ചേട്ടൻ്റെ കാര്യം പറ. അങ്ങേര് ഒരു ഉശിരൻ മനുഷ്യരല്ലേ? ഞാൻ ചോദിച്ച ചേച്ചിയുടെ ഉദ്ദേശം എന്താണ്? അയാളെ ഈ മുറിയിലെങ്ങാനും വിളിച്ച് കയറ്റുമോ? അവസാനം ആ ചേച്ചി നമ്മളെ ഇവിടുന്ന് ഓടിച്ചു വിടുമോ? എനിക്കും കൂടെ പേരുദോഷമാകുമെന്ന് വെച്ചു. ആഹാ, അപ്പം നീ എന്നെ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ നല്ലൊരു സൗഹൃദ ഭാവത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിന്നോട് പറഞ്ഞു, അപ്പോഴേക്കും നീ എന്നെ ഒരു പിഴച്ചവളാക്കിയോടി എന്ന് പറഞ്ഞ് ചേച്ചി മുഖം വേർപ്പിച്ചു. ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ചു. അല്ല ചേച്ചി, ഹസ്ബൻഡ് ഇല്ലാതിരിക്കുകയല്ലേ? ചേച്ചി ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുന്ദരനാണ്, അതാണ് ഇതാണെന്നൊന്നും എന്നോട് ഈ കാലയളവിൽ ഇത്രയും നാളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ കൊതി പൂണ്ട് പറഞ്ഞത് കേട്ട് ഞാനങ്ങ് ചോദിച്ചു പോയതാണ്. ഇതൊക്കെ റിസ്ക് അല്ലേ? ഒന്നാമതേ എൻ്റെ ഭർത്താവൊക്കെ എന്നോട് നല്ല ടൈംസിലാണ്. ഞാൻ ചേച്ചിയുടെ കൂടെ വന്ന് താമസിച്ച് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്ക് പ്രശ്നമല്ലേ? ഒന്ന് പോടി പെണ്ണേ, ഞാനത്ര വിഡ്ഢിയാണെന്നാണോ നിൻ്റെ വിചാരം? എനിക്കെന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ആരും അറിയില്ല. ഇപ്പം നീ എൻ്റെ കൂടെ താമസിക്കുകയാണ്, താഴത്തെ ചേട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയാൽ എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന നീ പോലും അറിയില്ല. ആഹാ, അപ്പോൾ ചേച്ചി അത്രയ്ക്കും കേമിയാണോ? ഭർത്താവുമായിട്ട് പിരിഞ്ഞതിൽ പിന്നെ ചേച്ചിക്ക് മറ്റു ബന്ധങ്ങളുണ്ടായി. ചേച്ചി നന്നായി പല കാര്യങ്ങളും ആസ്വദിക്കുന്ന ഒന്നാണ് ഇതിൽ കൂടി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചിരിച്ചു. ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ചിലപ്പോൾ സ്വയം കറക്ക് കമ്പനിയാകാം. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. നീ പുണ്യവതിയല്ലേ? നിന്റെ ഭർത്താവിനെ നോക്കിയിരിക്കുന്നവൾ. ഭർത്താവ് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ, എങ്കിലും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് മൊബൈലിൽ കൂടെ നീ ജീവിക്കുകയല്ലേ? അങ്ങനെ ജീവിച്ചോ. എൻ്റെ കാര്യത്തിൽ നീ തലയിടണ്ട, ഞാനായിട്ട് നിനക്ക് പേരുദോഷം ഒന്നും ഉണ്ടാക്കില്ല. താഴത്തെ ചേട്ടൻ ചിലപ്പോൾ വന്നേക്കാം, വരാതിരുന്നേക്കാം, പക്ഷേ നീ അത് അറിയുക പോലുമില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. എടി, 1-2 മണിക്കൂറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രേമിക്കുകയോ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ കുടുംബകരം ഉണ്ടാക്കുകയോ കുടുംബം തകർക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒതുക്കത്തിലങ്ങ് പോയാൽ പോരെ മോളെ. എടി, ചേച്ചി നിന്നേക്കാൾ 5 ഓണം കൂടുതലുണ്ടതാ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ചേച്ചി പറഞ്ഞത് ഞാനങ്ങ് തിരിച്ചെടുത്തു. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവിനോട് നല്ല സ്നേഹമുള്ള ആളാണ്, അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് തെറ്റാണോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, തെറ്റൊന്നുമല്ല, പക്ഷേ നിൻ്റെ ഭർത്താവ് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവനെ ഞാൻ കണ്ടതാണല്ലോ, അവനൊരു സുന്ദരനാണ്, തീർച്ചയായിട്ടും അവന് അവിടെ മറ്റ് കണക്ഷൻസ് കാണും, അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നതായിരിക്കും. ഒന്ന് പോ ചേച്ചി, ചേട്ടൻ അങ്ങനൊന്നുമില്ല, എന്നോട് മാത്രമുള്ളൂ. പിന്നെ ആണല്ലേ അവന്, അല്ലാതെ പ്രത്യേക സൃഷ്ടിയൊന്നുമല്ലല്ലോ, നിന്നെ കാണുമ്പോൾ മാത്രം. അതൊന്നും ഞാൻ വിശ്വസിക്കില്ലടി. എല്ലാം കള്ളന്മാരാ, ആണുങ്ങളും പെണ്ണുങ്ങളും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന് മനസ്സിൽ പിടിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് തേടിപ്പോകും, ഏത് മരുഭൂമിയിലാണെങ്കിലും എന്ന് ചേച്ചി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ചേച്ചി പറയുമ്പോൾ എന്തെങ്കിലും കാര്യം അതിൽ കാണുമായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് കളിച്ച് ചിരിച്ച് കാത്തിരിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അങ്ങ് അയാൾ എന്നെ മാത്രം പൂജിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ? ഒരിക്കലും അല്ലായിരിക്കാം. അവിടെ എന്തെങ്കിലും കാണുമായിരിക്കാം. അയാൾക്ക് അവിടെ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണും. ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു, ചേട്ടൻ വരും, നാളെ തൊട്ടിയിട്ട് വെള്ളം കോരെന്ന് പറഞ്ഞു. ചേട്ടൻ ചിലപ്പോൾ ഡെയിലി അവിടെ കുഴൽക്കിണർ കുത്തുന്നുണ്ടാകും. ആർക്കറിയാം? എൻ്റെ മനസ്സ് ആകെ പടപടാ പിടിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം ഭർത്താവ് വിളിച്ചപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ചേച്ചി താഴത്തെ സുന്ദരനായ ചേട്ടനെ പറ്റി പറഞ്ഞതും പിന്നെ ചേച്ചിയുടെ ആശങ്കകളും ചേച്ചി എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞതുമൊക്കെ ഞാൻ ചേട്ടനോടങ്ങ് പറഞ്ഞു. ചേട്ടൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്തായാലും നിൻ്റെ ജ്യോതി ചേച്ചി ഒരു കില്ലാടി തന്നെ. അവർക്ക് എന്തെങ്കിലും രീതിയിൽ നിന്നെ വഴിതെറ്റിക്കാനുള്ള ഉദ്ദേശം കാണുമായിരിക്കും കേട്ടോ. അവർ താഴത്തെ ചേട്ടനുമായിട്ട് ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അവസാനം നീയും അയാളും തമ്മിൽ ബന്ധമുണ്ടായി എന്നെ ഇട്ടിട്ട് പോവാം മോളെ എന്നൊക്കെ ഭർത്താവ് ചോദിച്ചു. ഒന്ന് പോ ചേട്ടാ, ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അവിടെ മറ്റ് കണക്ഷൻ ഉണ്ടെന്നാണ്
ജോജി ചേച്ചി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് പൊട്ടിച്ചിരിച്ചു. ആഹാ, ചേച്ചി എന്താ കളം വരച്ച് നോക്കിയോ? ഇതൊക്കെ ചേച്ചി ജ്യോതിഷ്യമല്ലോ ആണോന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി എങ്ങനെയാ പറഞ്ഞതെന്ന്. എന്തായാലും നിന്റെ ജോജി ചേച്ചിയോട് ഞാനൊന്ന് സംസാരിക്കുന്നുള്ളത്. ഷൂ, അങ്ങനൊന്നും ഒരിക്കലും സംസാരിക്കരുതേ, ഞാനതൊന്നും പറഞ്ഞത് പറയരുതേ പ്ലീസ്, നമ്മൾ തമ്മിലുള്ള രഹസ്യമില്ലേ, അങ്ങനെ ഇരിക്കണം ചേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. എന്തായാലും നീ ഇനി വീഡിയോ കോൾ വിളിക്കുമ്പോൾ ചേച്ചി അടുത്തുള്ള പുള്ളി ഒന്ന് വിളിക്കൂ, ചേച്ചിയോട് എനിക്ക് സംസാരിക്കണം. അയ്യോ വേണ്ട എടി, ഇതൊന്നും ഞാൻ പറയില്ല, വെറുതെ അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ എന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി പുള്ളി വിളിച്ചപ്പോൾ ചേച്ചിയെ പിടിച്ചാൽ അടുത്തിരുത്തി ചേച്ചിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്തിരി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ചേച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചി പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഭാര്യ ഭയങ്കരമായ തുള്ളാട്ടമാണല്ലോ. അവൾ പറയുന്നത് എനിക്കിപ്പോൾ ഗൾഫിൽ 5-6 ഭാര്യമാരുണ്ടെന്നാണ്. അത് കേട്ട് ചേച്ചി പൊട്ടിച്ചിരിച്ചു. അതിനുള്ള ചാൻസ് ഇല്ലാതില്ല, ഗൾഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടിനേക്കാൾ കൂടുതലാണെന്നാണല്ലോ കേൾക്കുന്നത്. അത് ചേച്ചി, ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇത് സിറ്റി ഒന്നുമല്ല, ഇത് ഒഴിഞ്ഞ പ്രദേശമാണ്, പിന്നെ സിറ്റിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞു, കേട്ടോടി, സിറ്റിയിലായിരുന്നെങ്കിൽ മോൻ അരക്കൈ നോക്കിയേനെയൊന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനല്ലേ ചേച്ചി, ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള കഥകൾ കേട്ടിട്ടുണ്ടെന്ന്. മോൻ കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇത്രയും സുന്ദരനായ ഒരാൾ അവിടെ ചെന്നിട്ട് അടങ്ങിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ചേച്ചി, മലയാളികളാണേലും ഇന്ത്യക്കാരാണേലും ഏറ്റവും കൂടുതൽ സുന്ദരന്മാർ ഇന്ത്യയിൽ നിന്ന് വരുന്നത് ഇവിടോട്ടാണ്. ഇവിടെ ഗൾഫിലുള്ളവരാണ് ഏറ്റവും സുന്ദരന്മാർ, നാട്ടിലുള്ള സുന്ദരന്മാരല്ല ഇവിടെ വരികയാണ്. അതിനിടയ്ക്ക് ചെറിയ സൗന്ദര്യമുള്ള എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. നീ പിടിച്ചു നിൽക്കുന്നില്ല, നിന്നെ കണ്ടാൽ അറിയോടാ നീ പിടിച്ചു നിൽക്കുമെന്ന് എന്ന് പറഞ്ഞ് ചേച്ചി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഹസ്ബൻഡും അതിനനുസരിച്ച് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അല്ലെങ്കിലും ഇതൊന്നും കുറ്റം പറയാൻ പറ്റില്ല, മനുഷ്യർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തോന്നും, അതിന് പുറകെ പോകുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കുടുംബത്തെ മറക്കരുതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡ് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയാൽ ചേച്ചി സഹിക്കുമോ? അപ്പം ചേച്ചി പറഞ്ഞു, തേടി പോകുന്നത് കല്യാണം കഴിക്കാനോ പ്രേമിക്കാനോ ഒന്നുമല്ല, ഞാൻ കൂടെയില്ല, ഒത്തിരി നാളായിട്ട് അയാൾ വിരഹ ദുഃഖം അനുഭവിക്കുന്നു. അപ്പോൾ ഒന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, കാര്യം അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ, യാതൊരു കഴിവില്ലാത്ത മനുഷ്യനാ. അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ഭർത്താവ് ചെയ്തായിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചേനെ, അത് ചെയ്യാൻ പോലുള്ള കഴിവില്ലല്ലോ, അതല്ലേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഹസ്ബൻഡിന് അത് അത്ഭുതമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചി തുറന്നു പറയുമെന്ന് ഭർത്താവ് വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. അത് സന്തോഷകരമായി അവസാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ചേച്ചി എവിടെ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇപ്പം ഞാൻ ചേച്ചിയുടെ കൂടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേച്ചി ഒരു ജെന്യൂനായിട്ടുള്ള പേഴ്സണാണ്, മനസ്സിൽ തോന്നുന്നതൊക്കെ തുറന്നു പറയും. ചേച്ചി പറഞ്ഞത് ഒരു കണക്കിന് നല്ലതാണ്, കാര്യം ഓരോ മനുഷ്യർക്കും തുറന്നു പറയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവർ 100,000 കാര്യങ്ങൾ തുറന്നു പറഞ്ഞേനെ. പക്ഷേ പലർക്കും അത് പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഗൾഫിൽ പെണ്ണുങ്ങളും പിടക്കോഴിയും ഉണ്ടെന്നാണോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് അങ്ങനൊന്നുമില്ല, പക്ഷേ ചേച്ചി പറഞ്ഞത് ശരിയാണ്, എനിക്ക് പലപ്പോഴും തനിയെ ഇരിക്കുമ്പോൾ മറ്റൊരാളുടെ കൂടെ എന്തെങ്കിലും ഒരു കുസൃതിക്ക് തോന്നാറുണ്ട്, പക്ഷേ നിന്നെ ഓർത്ത് ഞാനത് അടക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ദേഷ്യം വന്നു. ഞാനങ്ങ് കട്ട് ചെയ്തു. പിന്നെ കുറേ സമയം പലവട്ടം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ചേച്ചിനോട് ചോദിച്ചു, എടി നിൻ്റെ മൊബൈലിലേക്ക് കിടന്നലയ്ക്കുന്നേ, നീ എന്താ എടുക്കാത്തത്, ആരാ വിളിക്കുന്നേ? ഞാൻ പറഞ്ഞു, ചേട്ടനാണ്. എന്ത് പറ്റി, ചേട്ടൻ നീ കൂടെ പിണങ്ങിയോന്ന്? ഞാൻ പറഞ്ഞു, പിണങ്ങി, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന്. ചേച്ചി എല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനെന്ത് പറഞ്ഞു? എൻ്റെ യഥാർത്ഥ അഭിപ്രായം ഞാൻ പറഞ്ഞു, അല്ലാതെ നിൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ പറഞ്ഞു. അവനും ജെന്യൂനായിട്ടുള്ളൊരു കൊച്ചനാണ്, അവൻ അവൻ്റെ കാര്യം പറഞ്ഞു, അവൻ എങ്ങും പോയിരുന്നില്ലല്ലോ, നിന്നെ സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷെ തനിയെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് തോന്നിയത് ഇങ്ങനെയാണ്. നിനക്ക് ആരോടും തോന്നാത്തത് അവൻ്റെ കുറ്റമാണോ? അല്ല, നീ ചിലപ്പോൾ ശീലാവധിയായിരിക്കും. അവൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അതിന് നീ പിടങ്ങേണ്ട കാര്യമില്ല, വേഗം അവനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. എനിക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല താല്പര്യമുണ്ട്, ഇവിടെ നല്ല അവസരങ്ങളുമുണ്ട്. പോകാതെ നിൽക്കുന്നത് നീ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, നിൻ്റെ മനസ്സ് അങ്ങനെയല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നീ കൂടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. അവിടെ നിനക്കും ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ തമ്മിൽ പിരിയാനോ പ്രശ്നമുണ്ടാക്കാനോ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ മാറാനോ അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ മറ്റൊരാളെ പ്രേമിക്കാനോ ഒന്നും പോകരുത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഇഷ്ടങ്ങൾ കുറച്ച് സമയത്തേക്ക് നമുക്ക്
നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് പകർന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകാമെന്നും. ഞാൻ പറഞ്ഞു ശരിയാകില്ല, എനിക്ക് അങ്ങനെയുള്ള മനസ്സൊന്നുമില്ല, നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞു. ശരി, ഞാനൊരു ഓപ്ഷൻ വെച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭർത്താവ് ആ സംഭാഷണം അവിടെ നിർത്തി. ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, എടി എന്ത് നല്ലതാണ്, എന്തായാലും അവൻ ഇത്തിരി ഇളക്കം കൂടുതലാണെന്നാണ് പറഞ്ഞത്. അവൻ നിന്നോട് പറയാതെ അവിടെ പല കണ്ടങ്ങളിൽ ചാടും, അപ്പോൾ നീ അറിയുകയില്ല. നീ ആണെങ്കിൽ ഇവിടെ അവനെ പൂച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അറിഞ്ഞുകൊണ്ട് അവനവിടെ 10 എണ്ണത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിനക്ക് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇവിടെ 25 നമ്പരത്തിൽ വയ്ക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഭർത്താവ് മാത്രമാണ് സുന്ദരൻ, ഇവിടെ സുന്ദരന്മാർ ക്യൂ നിൽക്കുകയല്ലേ. അപ്പോൾ ചേച്ചി ഭർത്താവിൽ നിന്ന് പിണങ്ങിയതിൽ പിന്നെ ഇങ്ങനെയാണോ ചേച്ചി? ചേച്ചിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചേച്ചി പറഞ്ഞു, എടി അതൊന്നും ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ നീ വിചാരിക്കുന്ന പോലെ വിരലെണ്ണാവുന്നൊന്നുമല്ല. 100, 120, 150 അല്ല, അതിലുമൊക്കെ കൂടുതൽ എണ്ണത്തിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ കൊഞ്ചിയോ സുള്ളിയോ മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയിലല്ല. ആ സമയത്ത് പോകും, ആ സമയത്ത് പൂജാതി കർമ്മങ്ങൾ കഴിക്കും, തിരിച്ചു വരും. പിന്നീട് അവരുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ അനാവശ്യമായി കൊഞ്ചിക്കൊഴിയുന്നത് ആളുകൾ കണ്ടാലാണ് പ്രശ്നം. അഭിനയിച്ചങ്ങ് ജീവിക്കുക. എടി അവനോട് പറയണം, അവൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിന്നോട് പറയണമെന്ന്. നീയും ഇവിടെ അവനോട് പറയണം. എല്ലാം ഒന്നും പറയണ്ട, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വരുന്നത് വരെ നീ ഇങ്ങനെ വട്ടം ചുഴറ്റി വെറുതെ നടക്കേണ്ട കാര്യമില്ല. അടുക്കളയിലെ വഴുതനങ്ങ മൊത്തം തീർന്നു പോകുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ശരിയാകുമെന്ന്. ചേച്ചി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവന് നീ അനുവാദം കൊടുക്കൂ. ഇവിടെ വരുമ്പോഴും ഒരു പ്രശ്നവുമില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങളൊന്നിച്ച് ബാക്കി അവൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസായിട്ട് പറയാൻ പറ. നീ ആണെങ്കിൽ 10 പോയാൽ 1 പോയെന്ന് പറഞ്ഞാൽ മതി, അതാണ് നല്ലത്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറ്റം പറയാം ആണുങ്ങൾ. അങ്ങനെയാണെങ്കിൽ ചേച്ചി നല്ല സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ആണ് മോളെ ആണ്. എൻ്റെ ഭർത്താവ് അങ്ങനെ വല്ലതും അനുവദിച്ചായിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ എന്നേ റെഡിയായിനി. ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ടാർജറ്റ് താഴത്തെ വീട്ടിലെ ചേട്ടൻ അങ്ങനെ ഞാൻ കുപ്പിയിലാക്കുമെന്നല്ല മോളെ. അയാൾ വളഞ്ഞു കഴിഞ്ഞു. എടി 2 ദിവസം കഴിഞ്ഞ് ആ പെണ്ണുമ്പിള്ള എവിടെ ഇല്ല, എങ്ങോ പോവുകയാണ്. അന്ന് അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നീ മാനേജ് ചെയ്തോളുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി റിസ്ക് ആകുമോ? ഒരു റിസ്ക്കും ഇല്ലടി, അന്നൊരു അവധി ദിവസമാണ്, നീ വീട്ടിൽ പോകാതിരുന്നാൽ മതി, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞതിൻ്റെ പേരിൽ ഞാനവിടെ നിന്നു. അന്ന് രാത്രിയായപ്പോൾ ചേച്ചിയെ തേടി അയാൾ വന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ചേച്ചി പറഞ്ഞു, തൽക്കാലം ഒരു കാര്യം ചെയ്യേ, 2 മണിക്കൂർ എൻ്റെ മോള് പുറത്തുനിന്ന് പോയിരിക്കുക, വല്ല സിനിമയും കാണാൻ പറഞ്ഞു. ഞാനങ്ങനെ അവരുടെ മുറിക്ക് പുറത്താണ് ഇരുന്നത്. ചേച്ചിനോട് പറഞ്ഞത്, ചേച്ചി ആദ്യം ഒന്ന് ഉപ്പും മുളകും നോക്കട്ടെ, അത് കഴിഞ്ഞ് സദ്യക്ക് പറ്റിയ ആളാണെങ്കിൽ മോക്ക് പിന്നീട് ഞാൻ വലിയൊരു സദ്യ തരാം, നീളനിലയിട്ടെന്നാണ് പറഞ്ഞത്. ചേച്ചി എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി വന്നു. അയാളും എന്നെ നോക്കി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഞാനാണെങ്കിൽ ആ സമയത്തൊരു സിനിമയും കണ്ടു. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി മോളെ കാണുന്നത് പോലെ ഒന്നും അല്ലടി, നിനക്ക് ഇന്ന് തന്നെ ഞാൻ അവസരം ഉണ്ടാക്കി തരട്ടേടി കുട്ടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പേടിയാണെന്ന്. ഒരു പ്രശ്നവുമില്ല, ചേട്ടനോട് പറയണോ? ചേട്ടനോടൊന്നും പറയണ്ട, നീ തൽക്കാലം അവനെ അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പതുക്കെ അനുവദിച്ചു കൊടുത്താൽ മതി. തൽക്കാലം നീ ഇതൊന്ന് ആസ്വദിക്കണം, ഒരു പ്രശ്നവുമില്ല. പുള്ളി ഞാൻ വിളിക്കാവിടി, അദ്ദേഹം വിലപ്പെട്ട ഒരു കനിയാണ് എനിക്ക് സമ്മാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ ചൂട് പിടിപ്പിച്ചു. വിളിക്കട്ടെ മോളെ ചേട്ടനെ, വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ചേച്ചി എൻ്റെ ചുമലിൽ പിടിച്ചമർത്തി. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്കും എന്തൊക്കെയോ തോന്നി തുടങ്ങി. അപ്പോൾ ചേച്ചി അങ്ങനെ ഫോണിൽ വിളിച്ചു. ഒന്ന് കുളിച്ചിട്ട് കയറി വരാമെന്ന് അയാൾ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് കയറി വന്നു. ചേച്ചി പറഞ്ഞു, എൻ്റെ മോള് നിങ്ങളെ നോക്കി കാത്തിരിക്കുകയാണ്. മോൾ പിഞ്ചു കുട്ടിയാണ്, നിങ്ങൾ ഓർക്കണം, അവളുടെ മധുവിധ കഴിഞ്ഞിട്ട് പോലുമില്ല. ഹസ്ബൻഡ് കൂടെ വളരെ കുറച്ച് കാലമേ അവൾ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ അവളെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, സോഫ്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങേർ എന്നെ സ്നേഹത്തോടുകൂടി നോക്കി. ഞാനും പുള്ളിയുടെ കൂടെ മന്ദം അകത്തേക്ക് പോയി. പുള്ളി എന്ന് എന്നെ ആരാധനയോടുകൂടിയാണ് സ്വീകരിച്ചത്. എനിക്ക് മോളെ ആദ്യം കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടമായി. മോള് തേൻ നിറഞ്ഞ ഒരു ചഷകമാണ് എന്ന് പറഞ്ഞാണ് പുള്ളി എന്നെ കൈകാര്യം ചെയ്തത്. പുള്ളിയുടെ ഓരോ രീതികൾ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിന് ആക്രാന്തമാണ്. ഇദ്ദേഹം അങ്ങനെയല്ല, പയറ്റി തെളിഞ്ഞൊരു വീരനാണ്. അയാൾക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം അറിയാം. അതിൻ്റെ ഗുണം എന്നിലുമുണ്ടായി. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ
ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന എല്ലാം 100-100 തികഞ്ഞ ഒരാളാണ് ആ ചേട്ടൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഉത്സവമേളവും പമ്പമേളവും ഒന്നിച്ചുണ്ടായത്. ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ കരകളും ഒന്ന് തട്ടി തലോടിപ്പോയത് അന്നാണ്. പിന്നീട് കടലിൽ ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സംഗമം ത്രിവേണി സംഗമം, അതിൻ്റെയൊക്കെ രസം ഹസ്ബൻഡിന് എന്നെ കരയ്ക്കെത്തിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ വിചാരിച്ചു. പക്ഷേ മാഡം, പുഴയിൽ കൂടി പോകുന്ന തോണിയും കടലിൽ കൂടി പോകുന്ന കപ്പലും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ആ വ്യത്യാസം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ത്രിവേണി സംഗമം കടലിലാണ് വേണ്ടത്, അല്ലാതെ 3 പുഴകൾ വെറുതെ സംഗമിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ലെന്ന് അന്ന് മനസ്സിലായി. പിന്നീട് ചേച്ചിയും ഞാനും കൂടി അവിടെ നടനമാടി. സംഘനൃത്തമായിരുന്നു ഞങ്ങളെല്ലാം തമ്മിൽ. ഒരു പ്രശ്നവുമില്ല. ഹസ്ബൻഡ് പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നൊരിടത്ത് പോവുകയാണെന്ന്. ഞാനത് മനസ്സോടെ അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് ഭാവിച്ചു. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി പറയും. ഞാനാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ആരെയും കണ്ടെത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം ഈ ഇടയ്ക്ക് ലീവിന് വന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി. ഭർത്താവിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. കാര്യം അതിലും മികച്ചത് എനിക്കിവിടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്താണ് ഹസ്ബൻഡ് പറഞ്ഞത്, ജ്യോതി ചേച്ചിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു രംഗപടമൊരുക്കാൻ ഇഷ്ടമാണെന്ന്. ചേച്ചി ആയതുകൊണ്ട് എനിക്കും വലിയ പ്രശ്നം തോന്നിയില്ല. ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സന്തോഷം. മാഡം, ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയുള്ള ജൈത്രയാത്രയിലാണ്. ഭർത്താവ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ജോയി ചേച്ചിയും ഞാനും കൂടി ഒത്തിരി സ്ഥലങ്ങളിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്തു. ജോയി ചേച്ചി പറഞ്ഞത്, എൻ്റെ ഭർത്താവും സൂപ്പറാണ്, ഒരു പ്രശ്നവുമില്ല, ചേച്ചി എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സദാചാരവും കുറ്റബോധമൊക്കെ പോയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രശ്നവുമില്ല. മാഡത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്തിനാണ് ഇത്ര നിസ്സാര കാര്യം വലിയ പ്രശ്നമാണെന്ന് മാഡം പറയുന്നത്? അതിന് കാര്യമില്ല. ഇതൊക്കെ രസമല്ലേ മാഡം? എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ജീവിക്കാനേ പറ്റില്ല. ഒരാണിനൊരു പെണ്ണ്, എന്തൊരു വൃത്തികെട്ട ഇടപാടാണെന്ന് മാഡം. സദാചാരമൊക്കെ മാഡത്തിന് ഇനിയെങ്കിലും ഉപേക്ഷിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ഉപേക്ഷിക്കുക? ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള സദാചാരമാണ്. സദാചാരം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫോർമുലേഷനൊന്നുമില്ല. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ചിന്തകളുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളത് തുടരുക, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് പറഞ്ഞോ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് സമൂഹത്തിൽ ഹിതകരമായി തോന്നുന്ന കാര്യങ്ങളോ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരോടും ഇത് ചെയ്യരുത്, ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ ഇതാണ് സമൂഹത്തിൽ ജീവിക്കാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ കപ്പൽ ഓടിക്കുകയോ വള്ളം ഓടിക്കുകയോ ചെയ്യുന്നത് എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല.